ഭർത്താവോ ഭാര്യയോ ഒന്ന് ചേർത്ത് പിടിച്ചാൽ അതിൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ എല്ലാ കുടുംബജീവിതത്തിലും. ഒരു നിമിഷത്തെ വിട്ടുവീഴ്ചയില്ലായ്മയാ പലരുടെയും ജീവിതം തൊലിക്കുന്നത്. അതുപോലെ ആവരുത് നിന്റെ ജീവിതമെന്ന് അമ്മയ്ക്ക് നിർബന്ധമുണ്ട്. അമ്മമാരോട് പറയാൻ പറ്റാത്തതായി പെമ്മക്കൊക്കെ എന്താടിയുള്ളത്? ഞാൻ അങ്ങനെയല്ലേ നിങ്ങളെ രണ്ടുപേരെയും വളർത്തിയത് അല്ലേ? സച്ചിയും നീ തമ്മിലൊരു പ്രശ്നമുണ്ടെന്ന് അറിഞ്ഞപ്പോൾ എന്റെ നെഞ്ച് പൊട്ടിപ്പോയി. അമ്മയ്ക്കത് സഹിക്കാൻ പറ്റില്ല മോളെ. അതുകൊണ്ടാ ഓടിപ്പാഞ്ഞ് ഞാനിങ്ങോട്ട് വന്നത്. നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് അറിഞ്ഞ പിന്നെ എനിക്ക് അവിടെ സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റൂ. അമ്മ ഇങ്ങനെ കരയാനും മാത്രം ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ല. ദുരന്തം വരുമ്പോ നമ്മുടെ ജീവിതത്തിൽ എല്ലാം കൂടെ ഇരച്ചു കയറി വരും. പിന്നെ വരുന്നതും കാണുന്നതും സംസാരിക്കുന്നതും ഒക്കെ പ്രശ്നങ്ങളായിരിക്കും. അതങ്ങനെയാ. സച്ചിയുടെ അവസ്ഥ കൂടെ നീ മനസ്സിലാക്കണം മോളെ. ഇനി ഈ കുടുംബത്തെ പിടിച്ചു നിർത്താൻ പറ്റൂ. മോളെ, അമ്മ സച്ചിയോട് സംസാരിക്കട്ടെ. ഏയ് വേണ്ട, അതിന്റെ ആവശ്യമൊന്നുമില്ല. എന്താ? എന്നാ ചില കാര്യങ്ങൾ ഒരു ഭാര്യയ്ക്ക് ആരോടും പറയാൻ പറ്റില്ല. അത് പരിഹരിക്കാൻ അവൾക്ക് മാത്രമേ സാധിക്കൂ. അമ്മ വിഷമിക്കണ്ട. സമയമാകുമ്പോ ഞാനത് പരിഹരിച്ചോളാം. ദയവേത് അമ്മ ഇനി ഇത് പോയി സച്ചിനോട് ചോദിച്ച് വലിയൊരു പ്രശ്നമാക്കി മാറ്റരുത്. എല്ലാ പ്രശ്നവും ഞാൻ തന്നെ പരിഹരിച്ചോളാം. അപ്പോ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം ഉടനെ തീരുമെന്നാണ് മോള് പറയുന്നത്? അങ്ങനെ ചോദിച്ചാ അതെനിക്കറിയില്ല. ചിലപ്പോ ഉടനെ പരിഹരിച്ചേക്കാം, ചിലപ്പോ ഒരിക്കലും പരിഹരിക്കാൻ പറ്റിയില്ലെന്നും വരും. ഇനി എത്ര പണം തന്നാലും നിങ്ങൾക്ക് വേണ്ടി കോടതി ഞാൻ വാദിക്കില്ല. പകരം അവർക്ക് വേണ്ടി ഞാൻ വാദിക്കും. ഇനി 1 രൂപ ഫീസ് തന്നില്ലെങ്കിലും ഞാൻ അവരുടെ പക്ഷത്തെ നിൽക്കൂ. കാരണം ഈ കേസിൽ ന്യായം അവരുടെ പക്ഷത്താ. അവർക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു വാങ്ങിച്ചു കൊടുക്കുന്നതുവരെ ഞാൻ അവരുടെ കൂടെ തന്നെ ഉണ്ടാവും. പറഞ്ഞത് മനസ്സിലായെങ്കിൽ ഈ പണം കൊടുത്ത് വേഗം സ്ഥലം വിടാൻ നോക്ക്. എനിക്ക് വേറെ ജോലിയുണ്ട്. സാർ ഈ കേസ് നഷ്ടപ്പെടുത്തിയതോർത്ത് സാറിന് പിന്നീട് ദുഃഖിക്കേണ്ടി വരും. എണീക്കടോ. എണീക്കടാ. ഞാൻ അവളുടെ ജ്യേഷ്ഠനാ. അവൾക്കൊരു പ്രശ്നം വന്നാൽ എനിക്ക് ഇടപെട്ടേ പറ്റൂ. അനുപേട്ടൻ വിചാരിക്കുന്ന പോലെ ഇത് അത്ര വലിയ പ്രശ്നമൊന്നുമല്ല. പക്ഷേ ഇപ്പൊ ഞാനത് പറഞ്ഞ
അർച്ചന എത്രമാത്രം അത് വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. അതിന് പറ്റിയൊരു അവസരം വന്നാൽ മാത്രമേ അത് സംസാരിക്കുന്ന കാര്യം പോലും ആലോചിക്കാൻ പറ്റൂ. അന്ന് ആ ഹോസ്പിറ്റലിൽ പോയ ദിവസം, അന്നാണല്ലോ യഥാർത്ഥത്തിൽ പ്രശ്നമെല്ലാം ഉണ്ടായത്. ഞാനായിട്ടൊരു വഴി പറയാം. സംഭവിച്ചത് എന്താണെന്ന് പറയാവുന്ന രീതിയിൽ നീ എന്നോട് പറയും. അവളോട് ഞാൻ സംസാരിക്കാം. ഞാൻ പറഞ്ഞാൽ അവള് കേൾക്കും. അനുപേട്ട, സത്യത്തിൽ ഇതൊരു തെറ്റിദ്ധാരണയാ. ഞങ്ങൾക്കിടയിൽ ഇതല്ലാതെ വേറൊരു പ്രശ്നവുമില്ല. പക്ഷേ അർച്ചനയുടെ മനസ്സിൽ ആ തെറ്റിദ്ധാരണ വല്ലാതെ ഉറച്ചുപോയി. അത് മാറും. ഞാൻ മാറ്റിക്കോളാം. ഒരു 2-3 ദിവസം അതിനകം ഞാൻ ഈ പ്രശ്നം പരിഹരിച്ചിരിക്കും. ഉറപ്പാണോ? ഉറപ്പ്. എങ്ങനെയെങ്കിലും എന്റെ നിരപരാധിത്വം ഞാൻ അവളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തും. നീ നിരപരാധിയാണോ അല്ലയോ എന്നൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. മാക്സിമം 3 ദിവസം. അതുവരെ ഞാൻ ക്ഷമിക്കും. അതിനിടയിൽ ഈ പ്രശ്നം തീർന്നില്ലെങ്കിൽ ഒരു സഹോദരൻ എന്ന നിലയിൽ എനിക്ക് ഈ പ്രശ്നത്തിൽ ഇടപെടേണ്ടി വരും. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, അങ്ങനെ ഇടപെടേണ്ടി വന്നാൽ പിന്നെ നിന്റെ ഭാഗത്ത് എന്ത് ന്യായം ഉണ്ടെങ്കിലും എനിക്ക് അർച്ചനോടൊപ്പം മാത്രമേ നിൽക്കാൻ കഴിയൂ. അതിനു മുമ്പ് ഇത് തീർക്കേണ്ടത് നിന്റെ ബാധ്യതയാണ്. അനുപേട്ടൻ വിഷമിക്കണ്ട, ഞാനത് ചെയ്തോളാം. തീർത്താൽ അത് നിനക്ക് നല്ലത്.